നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നടുറോഡിൽ തെരുവ് ഗുണ്ടകളെ പോലെ ഏറ്റുമുട്ടിയത് കേരള പോലീസിന് വൻ നാണക്കേടായിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് തൊട്ടു മുന്നിൽ തന്നെ മ്യൂസിയം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിശാഖിനെ 2023 ബാച്ചിലെ ജൂനിയർ പോലീസുകാരൻ കിരൺ മർദ്ദിച്ച സംഭവം സേനയ്ക്കുള്ളിൽ തന്നെ വിവാദമായിരിക്കുകയാണ്. ട്രാഫിക് ഡ്യൂട്ടിക്കിടെ പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന കാറ് മാറ്റിയിടാൻ ആവശ്യപ്പെടുന്നതാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. 15 വർഷത്തെ സർവീസ് പരിചയമുള്ള വിശാഖ് കാറിലുണ്ടായിരുന്ന സ്ത്രീയോട് VIP സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വണ്ടി അല്പം മുന്നോട്ട് മാറ്റിയിടാൻ മാന്യമായി ആവശ്യപ്പെട്ടു. സംഗതി മറ്റൊന്നുമല്ല, ഈ VIP സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം നിന്നിരുന്നത്. അതായത് വിശാഖ് എന്ന പോലീസുകാരൻ നിന്നിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന, അതായത് ഈ പോലീസ് ആസ്ഥാനത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ്റെ കിരൺ എന്ന പോലീസുകാരൻ്റെ അമ്മയാണ് ഈ ആസ്ഥാനത്തിന് മുന്നിലായി കാറ് പാർക്ക് ചെയ്തത്. എന്നാൽ പോലീസുകാരൻ്റെ അമ്മയ്ക്കും ഇവിടെയുള്ള ഓരോ ജനതയ്ക്കും ഒരേ നിയമമായതുകൊണ്ട് തന്നെ വിശാഖ് പറഞ്ഞിരുന്നു, ഇത് VIP പരിഗണനയുള്ള ഒരു സ്ഥലമാണ്, ട്രാഫിക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇവിടെ നമുക്ക് ഏതായാലും വാഹനം പാർക്ക് ചെയ്യാനുള്ള അവസരമില്ല, താങ്കൾ ഒന്ന് അല്പം മുന്നോട്ട് മാറ്റിയിടേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറയുന്നു. അതായത് തൻ്റെ മകനായ കിരൺ പോലീസുകാരായ കിരൺ ഭക്ഷണം കൊണ്ടാണ് ഈ അമ്മ വന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതിനിടെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തു വന്ന ഗാർഡ് ഡ്യൂട്ടി ചെയ്തിരുന്ന ജൂനിയർ പോലീസുകാരനായ കിരൺ തന്റെ അമ്മയോട് വണ്ടി മാറ്റാൻ പറഞ്ഞത് ചോദ്യം ചെയ്യുകയും വിശാഖിനോട് തട്ടിക്കയറുകയുമാണ് ചെയ്തത്. VIP റൂട്ടായതിനാലാണ് മാറ്റാൻ പറഞ്ഞത് അനിയ എന്ന് വിശാഖ് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ജൂനിയർ പോലീസുകാരൻ വിശാഖിനെ നെഞ്ചിൽ കൈമുറുക്കി ഇടിക്കുകയായിരുന്നു. പാസിംഗ് ഔട്ട് കഴിഞ്ഞ് മാസങ്ങൾ മാത്രം പിന്നിട്ട പുതിയ ബാച്ചിലെ പോലീസുകാർക്ക് ലഭിക്കുന്ന ഈ ചുളു ഡ്യൂട്ടികളും അവരുടെ പെരുമാറ്റ ദൂഷ്യവുമാണ് ഇവിടെ പ്രധാന വില്ലനായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നാട്ടുകാരുടെ ഇടി വാങ്ങുന്നതിന് പുറമെ ഇപ്പോൾ സ്വന്തം സേനയിലെ കൈക്കരുത്ത് കാട്ടുന്ന പിള്ളേരുടെ ഇടിയും വാങ്ങേണ്ട അവസ്ഥയാണ് സീനിയർ ഉദ്യോഗസ്ഥർക്കുള്ളത്. പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. അച്ചടക്ക ലംഘനം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് പോലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരിടത്ത് യൂണിഫോമിലുള്ള 2 ഉദ്യോഗസ്ഥർ തമ്മിലടിച്ചത് ജനങ്ങൾക്കിടയിൽ പോലീസിന്റെ പ്രതിച്ഛായ തകർത്തിരിക്കുകയാണ്. മാത്രമല്ല, ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. പുതിയ ബാച്ചിലെ പോലീസുകാർക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരോടോ പൊതുജനത്തോടോ എങ്ങനെ പെരുമാറണമെന്ന കാര്യത്തിൽ മതിയായ ധാരണയില്ല എന്നാണ് ശക്തമായ പരാതി ഉയരുന്നത്. സംഭവത്തിൽ മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതോ കിരണിനെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എന്തൊക്കെ നടപടികളായിരിക്കും ഉണ്ടാവുക എന്ന് കാത്തിരുന്നതാണ്.